തിരുവന്നൂരിൽ മടിവേലൻ വന്നു ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു പടിയാറും കേറിച്ചെന്നാലമ്പലമുണ്ടേ തേരും തിരയുമുണ്ടേ മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ വെற்றிവേൽ മുരുക മുരുക വേൽ മുരുക ഹരോഹരാ ഹോ വേലായുധ ഹരോ. ഗായ്സ്, അങ്ങനെ നമ്മൾ കടവരമ്പത്തിൽ ഉത്സവത്തിന് വേണ്ടി ഇറങ്ങുവാണ്. നല്ല തിരക്കും കാര്യങ്ങളും കാണുന്നത്. നമ്മൾ കാർ എടുക്കുന്നില്ല, നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പം ഞാനും ജാനും ഏതെങ്കിലും ജുവലും എല്ലാം റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും ഇപ്പൊ സമയം 8:30 ആയിട്ടോ. എത്ര മണിയായാലും തീരത്തില്ല, വെളുപ്പാങ്കാലം വരെ 2 മണി വരെ ഉണ്ട് ഉത്സവം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോകാൻ പോകും. ഗായ്സ്, അങ്ങനെ നമ്മൾ 3 പേര് പോവുകയാണ്. ജുവലുണ്ട്, ഏതുണ്ട്, ഫ്രണ്ടിലുണ്ട്, ഇച്ചാനാണ് വണ്ടിയോട്ടിയത്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവിടെ ചെയ്യുന്ന ബ്ലോക്കാണോ കാര്യങ്ങളാണോ നമുക്കറിയില്ല. എന്തായാലും നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അത് നമുക്ക് ടെൻഷൻ ഇല്ല, എവിടെ വെച്ചാലും നമുക്ക് വരാം. അത് നമ്മൾ പോയിട്ട് കാണാം. നമ്മൾ ഇതിനു മുമ്പ് പോകുമ്പോൾ നമുക്ക് കാറിൽ പോകുമ്പോൾ വണ്ടി ഇടാൻ സ്ഥലമില്ല, നമ്മൾ ഒത്തിരി അധികം നടക്കണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊല്ലം നമ്മൾ സ്കൂട്ടിയിൽ പോവാന്ന് വിചാരിച്ചത്. നമുക്ക് നോക്കാം ഗൈസ്, അവിടെ ചെന്നിട്ട് എങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ ഗായ്സ്, ഇവിടെ റോഡിലൊക്കെ ആളുകൾ കുറവാണ്. കാരണം നമ്മുടെ കടവരമ്പത്തെ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ 8 കരക്കാരുടെ ഉത്സവമാണ്. അപ്പം 8 കരക്കാരും അതിൻ്റെതായ എല്ലാവരും 8 കരക്കാരും ഒന്നിച്ചു കൂടുന്ന ഉത്സവമാണ് നമ്മളെ കടവരമ്പത്തെ ഉത്സവം. അപ്പം റോഡിലൊന്നും നിങ്ങൾക്ക് ഈ ഇതിന് വെട്ടം എതിരെ വരുന്ന വണ്ടിയുടെ ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റുന്ന വരത്തില്ല. കടകളൊക്കെ ഒരുവിധം കടകളും എല്ലാം ഇന്ന് അവധിയാണ്. പിന്നെ ഈ പറയുന്ന നമുക്ക് 8 കരക്കാരും ഒന്നിച്ചു കൂടുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാവരും കുതിര പിടിക്കാനും അതിനും ഇതിനും എല്ലാം നിങ്ങൾക്ക് ചെല്ലുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. അതിനനുസരിച്ച് തിരക്കും കാര്യങ്ങളും അധികം ഇല്ല. ഇനി നമ്മൾ അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ബൈപ്പാസ് സൈഡ് അധികം ബ്ലോക്ക് ചെയ്ത് ഇടാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എറണാകുളം ട്രിവാൻഡ്രം എല്ലാം പോകുന്ന റൂട്ട് ആയതുകൊണ്ട് നമുക്ക് അധികം ബ്ലോക്ക് ചെയ്തിടാൻ പറ്റില്ല. എങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും പോലീസും അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും എല്ലാം കാണും. എങ്കിലും നമുക്കറിയില്ല നല്ല എങ്ങനെയാണൊക്കെ വെച്ചാലും ഒരു ജംഗ്ഷന് അധികം തിരക്കൊന്നും അല്ലാതെ കാമായിട്ട് കിടക്കുന്നു. പിന്നെ അത്യാവശ്യം കടകളുണ്ട്, മെഡിക്കൽ സ്റ്റോറുകള്, പിന്നെ ഓട്ടോക്കാർക്കൊക്കെ ഭയങ്കര ലാഭമാണ്. ഓട്ടോക്കാർക്ക് അല്ലെങ്കിൽ എവിടെ ഉത്സവം തന്നെ ഓട്ടോക്കാർക്കാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാ. ഇപ്പൊ എല്ലാരും ഉത്സവത്തിനൊക്കെ പോയിരിക്കുന്നതുകൊണ്ടാണ് അധികം തിരക്കൊന്നും ഇല്ലാത്തത്. പിന്നെ ഒന്ന് പറയാനായിട്ട്, ഈ വർഷം തുടങ്ങി ഈ ഒരു വർഷം ഇനി അങ്ങോട്ട് ഉത്സവത്തിന്റെ കുറെ സീസണാണ്. ഞങ്ങൾക്ക് ഒരു ഉത്സവത്തിന് ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഞങ്ങള് ഇപ്പൊ കടവരമ്പത്തിലെ ഉത്സവത്തിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. വണ്ടിയെല്ലാം എനിക്കറിയില്ല, എല്ലാവരും ഉത്സവവും അതിന്റെ അടിച്ചുപൊളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയെല്ലാം റോങ് ആയിട്ട് കയറി വരിക. നമ്മള് അതനുസരിച്ച് സൂക്ഷിച്ചാണ് പോകുന്നത് ഗൈസ്. അപ്പൊ ഞങ്ങള് ഇത്രയും ഉത്സവം തുടങ്ങിയിട്ട് ഇതുവരെ എങ്ങും പോയതുമില്ല. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് കടവരമ്പത്തെ ഉത്സവത്തിനാണ് പോകുന്നത്. ഗൈസ്, നമ്മളിപ്പോ CKP ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ബൈക്കുകളെല്ലാം ഒതുക്കി റോഡിന്റെ ഇരു സൈഡിലും ബൈക്കുകളെല്ലാം നിർത്തേണ്ട. ഞാൻ പറഞ്ഞതന്നെ, നമ്മൾ കാറും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കാർ ഇടാൻ സ്ഥലം കാണത്തില്ല. അല്ലെങ്കിൽ നമുക്ക് CKP ജംഗ്ഷനിൽ ഇട്ടിട്ട് ഒരുപാട് നടന്നു വേണം പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റും. ഒന്നാമത് ചൂടും കൊച്ചിനൊക്കെ തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യം അല്ലാത്തതാണ് നമ്മൾ സ്കൂട്ടിയിൽ എല്ലാവരും കൂടി വന്നത് തന്നെ. ഗായ്സ്, ഇതുവരെ അപ്പുറത്തെ കണ്ടെത്തി കിടക്കുന്ന കുതിരയൊന്നും ഇപ്പുറത്തെ നമ്മുടെ ഒറ്റക്കല്ലിന്റെ ഭാഗത്ത് കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മള് വണ്ടി കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തെ കണ്ടത്തിൽ ഇറങ്ങാനാണ് നമ്മൾ നോക്കുന്നത്. സ്കൂട്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. സ്കൂട്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ കണ്ടത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ സ്കൂട്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ബീച്ചിന്റെ താഴെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര തിരക്ക്. ഞങ്ങളിനി അപ്പുറത്തെ കരയിലോട്ട് വന്നിട്ടില്ല. നമ്മുടെ കടവൂർ അപ്പുറത്ത് കിടക്കുകയാണ് കുതിരയിട്ട്. ഇപ്പൊ ഞങ്ങൾ വരെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു കുതിര ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുതിര ഇനി അപ്പുറത്തെ കരയിലോട്ട് കൊണ്ടുപോകണം. അല്ലല്ല, ഒരു കുതിരയല്ല ഗൈസ്, ഇനി 8 കുതിരയും ഇവിടെ കൊണ്ടുവന്ന് നേരത്തെ നിർത്താം. എന്നിട്ട് കുതിര എല്ലാം കൂടി ഭയങ്കര ആഘോഷത്തിന് എടുത്തിട്ട് കുലുക്കി അവസാനം ഈ 8 കുതിരയും അപ്പുറത്ത് നമ്മളെ ഒറ്റക്കല്ല് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിന്ന് വെളുപ്പിനോട് തിരിച്ച് അമ്പലത്തിനൊക്കെ കയറ്റി അങ്ങനെ ഉത്സവം തീരുന്നു. എന്തായാലും തീരാനായിട്ട് ഒരു 2 മണി 3 മണി സമയമാവും രാവിലെ വെളുപ്പിനെ തീരാനായിട്ട്. ഓക്കെ, നമ്മുടെ വിഷ്ണുണ്ണന്റെ തട്ട് ഇവിടെ ഏതോ ഒരു മൂലയിലാണ്. ഇനി നമ്മളത് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പൊ നമ്മളിനിയിപ്പം അതിന്റെ പുറയിലായിരിക്കും. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്.
അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചിന്റെ തട്ട്. ഇതിന് ജോബിനാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ചേച്ചിയുടെ ഇപ്പോണ്ട് ബിബിൻ തോണ്ട ഇപ്പോണ്ട് വിഷ്ണുവിന്റെ അനിയൻ. പക്ഷെ വിഷ്ണുവിനെ നേരിയൊന്നും കാണുന്നില്ല. എവിടെ അവര് കണ്ടോടെ അതിനപ്പുറം സച്ചോക്കാ പോട്ടെ. ഗൈസ് നമ്മള് വിഷ്ണുവിന്റെ അമ്മയുടെ തട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്മ അവിടെ ഒറ്റയ്ക്കാണുള്ളത്. വിഷ്ണുവിനൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞെ അവിടുന്ന് കടല വെച്ച് കഴിക്കുകയാണ്. ജുവൽ ഏവനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുതിരയെ ഗൈസ് വന്നിട്ടുള്ളൂ. ബാക്കി ഒരു കുതിരയ്ക്ക് വേണ്ടി ബാക്കി 7 കുതിരയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. നമ്മൾ കല്ലുവിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കല്ലു കണ്ട് അവിടെ ഫോണിൽ സംസാരിക്കുകയാണ്. ഗൈസ് പാനിപ്പൂരി ഉണ്ട്. പാനിപ്പൂരി തീരാറായി. ലെഫ്റ്റിലിട്ട് മാങ്ങ പൈനാപ്പിൾ നെല്ലിക്ക നിങ്ങൾക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വേണ്ടേ ഇവിടെ എത്രയാണ് സാധനം തീർന്നു പോയി. സാധനം എടുക്കാൻ വേണ്ടി പോയി കടയിലോട്ട്. കല്ലു ഒരു ഹായ്. കല്ലു ഒരു ഹായ്. വിപിൻ തോണ്ട് അവിടെ കുലുക്കി അടിക്കുകയാണ്. ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുലുക്കിയൊക്കെ അടിച്ച് അവിടെയും ഇവിടെയും തൊട്ടപ്പുറത്തുള്ള അടുത്ത കടയും. ഇത് 3ഉം അവരുടെ കട തന്നെയാണ്. 3ഉം നിന്ന് തിരിയാൻ സമയമില്ലാതെ എല്ലാം കിടന്ന് ഓടുകയാണ്. ഒന്നാമത്തെ അതിനും സാധനമൊക്കെ തീർന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വിഷ്ണുവിനൊക്കെ കടയിലോട്ട് പോയി. ഇപ്പം വിപിനും രേവതിയും ഇവിടുത്തെ ചേച്ചി മാത്രമേ ഉള്ളൂ. ഇപ്പം ബാക്കി കൂടെ ഹെൽപ്പിന് നിന്ന് എല്ലാവരും ഇപ്പം സാധനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരിക്കുകയാണ്. ഗൈസ് ഞാൻ കടല കഴിക്കുകയാണ്. നമ്മുടെ വിഷ്ണുവിന്റെ അമ്മ എന്ന കടലയാണ്. എനിക്ക് അല്ലെങ്കിൽ ഇവിടെ കടല ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പറയണ്ടല്ല ഞാൻ കഴിച്ചിട്ടുള്ള കടല വിചാരിച്ച് നോക്കിയ ടേസ്റ്റ് വേറെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ജുവല് ഇതിനകത്ത് ജോയും മാങ്ങയും പൈനാപ്പിൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ജുവൽ അത് കഴിക്കുന്നു. ഏതെങ്കിലും ഇവിടെ മാങ്ങ കഴിക്കാണ്. നല്ല എരിയുണ്ട് ഗൈസ്. കടലൊക്കെ നല്ല എരിയുണ്ട്. ചൂടോടെ ആയിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. അവിടെ തിരക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ 2 വെള്ളം കുടിക്ക് പറയേണ്ടതാണ്. നമുക്ക് വേണ്ടിയിട്ട് ജോബിൻ 2 ബ്ലാക്ക് കറന്റിന്റെ 2 കുടിക്ക് അടിക്കുകയാണ്. ഒന്ന് പിടിച്ചിരിക്കാൻ, ചൂടായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ. അത്രയ്ക്കും നല്ല ചൂടുണ്ട്. ഇവിടെ ആളും ജനവും എല്ലാം നിൽക്കുന്നതുകൊണ്ട് നല്ല അതനുസരിച്ച് ചൂടൊക്കെ ഉണ്ട്. ആളും തിരക്ക് നല്ല രീതിയിലുണ്ട്. ചെറുക്കൻ നമുക്ക് വേണ്ടിയിട്ട് കുടിക്കുക. പൊക്കി അടിച്ചടിച്ചാണ് നമുക്ക് തരുന്നത്. തൊട്ടാതിരുന്നാ കൊള്ളാം. ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കാണ്. കണ്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. നമ്മുടെ കടയിൽ നിന്നിട്ട് അവിടെ മാമനും മാമിയും കൂടെ ആയിട്ട് സംസാരിക്കുന്നു. നിങ്ങളിപ്പോ കാണാം. നിങ്ങൾക്ക് 8 കരയിൽ നിന്ന് വരാനുള്ളത്. ഇപ്പൊ ഒരെണ്ണമേ വന്നിട്ടുള്ളൂ. ഇവിടെ ഇനി 7 എണ്ണം വരാനുണ്ട് കുതിര. ഇത് എപ്പ ബാക്കിയുള്ള 7 എണ്ണം വരുന്നു ഒരു ഐഡിയ ഇല്ല നമുക്ക്. ബാക്കിയുള്ളതൊക്കെ വന്നിട്ട് ഇപ്പൊ 8 കുതിരയിൽ 1 കുതിര വന്നിട്ടുള്ളായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഇനി കാണാം. ഒരു കുതിര, രണ്ടാമത്തെ കുതിര വന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് മാമനും ചുമ്മാ ഒന്ന് ചെറിയ കേട്ടാ. നമുക്ക് ചെറിയ മാമ തോണ്ട് മാമനെ നോക്കിയിരിക്കുന്ന ആളാണ്. നമ്മളെ വിഷ്ണുവിനെ വന്നിട്ടുണ്ട്. നമ്മളെ മാമി നമ്മുടെ മാമൻ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പൊ നിങ്ങൾ കാണാനുള്ള നമ്മൾ ആദ്യമേ ഒരെണ്ണം വന്നിട്ടുള്ളതാണുള്ളൂ. പിന്നെ രണ്ടാമത്തെ വന്നു, മൂന്നാമത്തെ വന്നു. ഇത് അങ്ങോട്ട് കുറച്ചും കൂടെ നീങ്ങി ഇതും അങ്ങോട്ട് അടുത്തോട്ട് വന്നു. കണ്ടോ അതും കൂടെ ഇങ്ങോട്ട് വരും. ഇത് ആൾക്കാരിന്റെ വലിച്ചടിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഡ്രോണൊക്കെ ഉണ്ട്. ഇടയിൽ കുഞ്ഞു ഡ്രോണൊക്കെ നമുക്ക് പോകാറുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ സെറ്റപ്പ് ഇപ്പൊ നമ്മുടെ 5ാമത്തെയും കൂടെ എത്തിയിട്ടുള്ളൂ. മറ്റേ 4 എണ്ണേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പൊ അത് നമ്മൾ ഒരെണ്ണം ബാക്കി നിൽക്കുകയാണല്ലോ. പിന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടത്. അപ്പൊ നിങ്ങൾ കാണാത്ത കേവലിയുടെ കണ്ട് ആ കുതിരാണ് നമ്മൾ അവിടെ നോക്കിയത്. കണ്ട് ആ കുതിര നമ്മൾ അവിടെ ഇപ്പോഴത് അടുത്തത് വന്നിട്ടുണ്ട്. പിന്നെയും വരാനുണ്ട്. ഇതൊക്കെ എപ്പോ വഴി വന്നിട്ട് എപ്പോ നമ്മൾ പോകുമെന്നൊന്നും അറിയത്തില്ല. ഇനി 3 എണ്ണം കൂടെ വരാനുണ്ട്. അങ്ങനെ ഗൈസ് 6ാമത്തെ കുതിരയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് മൊത്തം ഇപ്പൊ 6 കുതിരയാണ് ഗൈസ് ഇവിടെ വന്നത്. നമ്മുടെ ഗ്രൗണ്ടിൽ വന്നത് 6 എണ്ണമാണ്. ഇനി 2 കുതിര വരാനുണ്ട് ഗൈസ്. നമ്മള് വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇപ്പൊ തന്നെ മണി 10:30 കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. 8 കുതിരയും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇനി ഇത് എത്ര മണി ആവും അറിയത്തില്ല. ഈ 8 കുതിരയും വന്ന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഇനി എത്ര മണി ആവും അറിയത്തില്ല. എന്നിട്ട് ഉറക്കം എന്തായാലും പോയിട്ടുണ്ട്. എന്തായാലും നമ്മള് 8 കുതിരയും കണ്ടിട്ടേ നമ്മൾ വീട്ടിൽ പോകത്തുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ആൾക്കാരൊക്കെ ശോകമാണ്. ആദ്യം നിന്ന ആൾക്കാരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. എല്ലാരും പൊഴിഞ്ഞ് പോവുകയാണ്. ഈ 8 കുതിരയും വന്ന് ഇനി അപ്പുറത്ത് കൊണ്ടുപോകണം.
അതിനെന്തായാലും നമ്മൾ കാണില്ല. ഇവിടെ 8 കുതിരയും വന്ന് നമ്മൾ കണ്ടതിന് ശേഷം വീഡിയോ എടുത്ത് നമ്മൾ സ്ഥലം വിടുകയാണ് ഗൈസ്. അങ്ങനെ 7 കുതിര വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു കുതിരയും കൂടി വന്നു കഴിഞ്ഞാൽ 8ാമത്തെ കുതിരയും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവർ കുതിര അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കും ഗൈസ്. അതിനുശേഷം അവിടുന്ന് തിരിച്ച് ഇവിടെ കൊണ്ടുവരും. ഇവിടുന്ന് നേരെ അമ്പലത്തിനകത്തോട്ട് ചുറ്റി കൊണ്ടുപോയി അകത്ത് കാണിച്ചതിന് ശേഷമേ ഇത് വെളിയിൽ ഇറക്കത്തുള്ളൂ ഗൈസ്. അവർ ഒരു കുതിരയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോട് വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ എല്ലാവരും പോസ്റ്റാണ്. ഇവിടെ 7 കുതിര ഇവിടെ ഇതുവരെ വന്നിട്ടുള്ളൂ. ഒരു കുതിര ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ കണ്ട ഇവിടെ പിള്ളേരൊക്കെ എല്ലാവരും പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് വേദനുണ്ട്, ജുവലുണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. ഇവിടെ കാണുന്നത് 7 കുതിര വന്നിട്ടുള്ള ഗൈസ് ഇതുവരെ. ഞാറക്കൽ കുതിരയാണ് താമസിച്ചത്. ഇത്രയും ലാഗായിട്ട് ഞാറക്കൽ കുതിരയാണ്. പിന്നെ നോക്കാം, വെയിറ്റ് ചെയ്യുന്നതിന് ചെറു കുതിര കൂടെ അല്ലേ ഉള്ളൂ. അത് വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നുള്ളൂ ഗൈസ്. ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെന്നി എല്ലാവരും തെറിച്ചു ഗൈസ്. അതിന് അധികം ആളുകളൊന്നും ഇല്ല. എല്ലാവരും ഭയങ്കര ശോകമാണ് ഇവിടുത്തെ. ഗൈസ് 8ാമത്തെ കുതിര വന്നിരിക്കുകയാണ് ഗൈസ്. അവിടുന്ന് അതിന്റെ പുറകിൽ നിന്ന് വരുന്നതേ ഉള്ളൂ ഗൈസ്. ഇനി അത് വന്ന് ഇവിടെ നിരത്തി നിർത്തണം ഗൈസ്. നിങ്ങൾ അവസാനം വിഷ്ണുവിന്റെ തട്ടിലോട്ട് വന്നേക്കാണ്. വിഷ്ണുവിനും കല്ലു അവരമ്മയ്ക്കോടുണ്ട്. അപ്പൊ നമ്മൾ കൈപിടിക്കുന്ന അവസാനത്തെ ഒരു ഷൂട്ടും കൂടി എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. ആ ഒരു കുതിര ഇങ്ങോട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ വെയിറ്റിംഗ് ആണ്. നമ്മളിപ്പോ പോകുന്നത് മുന്തിരിപ്പാൽ വാങ്ങാനായിട്ടാണ്. അപ്പൊ നമ്മള് പോവാണ് അങ്ങോട്ട്. ഓരോരുത്തരായിട്ട് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നമ്മുടെ ചട്ടക്കുന്നുണ്ട്, അവിടെ വാങ്ങുന്നുണ്ട് മുന്തിരിപ്പാല്. അങ്ങനെ അവിടെ പോയിട്ട് എല്ലാവരും ഒരു ഹായ് പറയൂ. ഇവര് വേറെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിട്ടാണ് ഇവരിങ്ങനെ പറത്ത് വിടുവാണ് കഴിച്ചത്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ മുന്തിരിപ്പാല് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് അതുകൊണ്ട് അങ്ങോട്ട് പോകും. ചേട്ടൻ അവിടെ തകർത്തിട്ട് പഠിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. വിഷ്ണുവിന്റെ കടയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കണ്ടു ഇവിടെ തട്ടിലിങ്ങനെ കടലൊക്കെ ഉണ്ട്. ഇവിടുത്തെ കടലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. അവരുടെ അവരുടെ സ്നേഹം പോലെ തന്നെ അവരുടെ കടലിൽ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങളെ കടക്ക് ബീച്ച് വരുമ്പോ ആ സ്റ്റേജിൽ വന്നിട്ട് നമ്മുടെ വിഷ്ണുവിന്റെ കട വന്ന് കടലൊക്കെ ട്രൈ ചെയ്യുക. തൊട്ടടുത്ത് നമ്മുടെ ഫിഷിന്റെ പാനിപ്പൂരി കടയും കൂടെ കാണും. അവസാനം വിഷ്ണുവിന്റെ തട്ടിലോട്ട് വന്നേക്കാണ്. വിഷ്ണുവിനും കല്ലു അവരമ്മയ്ക്കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ കൈ പറയുന്ന അവസാനത്തെ ഒരു ഷൂട്ടും കൂടി എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. ആ ഒരു കുതിര ഇങ്ങോട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ വെയിറ്റിംഗ് ആണ്. പിന്നെ അതിന് വന്ന് ഇവിടെ നിർത്തുന്ന നേരം നമുക്ക് സമയമില്ല. നമ്മളിപ്പോ പോവുകയാണ് ഗൈസ്. 8ാമത്തെ കുതിര വന്നിരിക്കുകയാണ് ഗൈസ്. അവിടുന്ന് അതിന്റെ പുറകിൽ നിന്ന് വരുന്നതേ ഉള്ളൂ ഗൈസ്. ഇനി അത് വന്ന് ഇവിടെ നിരത്തി നിർത്തണം. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. ഏതാണെങ്കിൽ ഭയങ്കര കരച്ചിലേറ്റി പോകാൻ പറ്റില്ല. ഞങ്ങൾ പോകുന്നു. ടാറ്റ പറ. ഞങ്ങൾ പോകുന്നു ടാറ്റ. ഗായ്സ് അങ്ങനെ നമ്മൾ ഉത്സവം എല്ലാം കണ്ട് നമ്മളിനി തിരികെ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് ഗായ്സ്. ഇപ്പൊ സമയം 1 മണിയാവാൻ പോകുന്നു ഗായ്സ്. അതെ, 1 മണിയാവാൻ പോകുന്നു ഗായ്സ്. എല്ലാ കൊല്ലം ആറാട്ടത്തിനടുത്ത് കുതിരെല്ലാം നിർത്തിക്കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് സമയത്തൊക്കെ. ഈ കഴിഞ്ഞ ആഴ്ച പോലും 8ാമത്തെ കുതിര അവിടെ എത്തിയില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം. 1 മണിയാവാൻ പോകുന്നു, ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അതെ ഗൈസ്, പിന്നെ ഏതന് എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. ഏതൻ ഭയങ്കര നിർബന്ധമായിരുന്നു പോവാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങള് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പം നമ്മുടെ കടൂർ ഉത്സവത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും